നിളയുടെ തീരത്തെ കാറ്റിന് പോലും MT കഥകളുടെ സുഗന്ധമുണ്ട്. കഥകളുടെ പെരുന്തച്ഛന് ജന്മം നൽകിയ കൂടല്ലൂർ ഗ്രാമം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കും. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ ജനിച്ചു വളർന്ന വീടാണിത്. 1933 ജൂലൈ 15-നാണ് MT അന്നത്തെ മലബാർ ജില്ലയിൽപ്പെട്ട കൂടല്ലൂരിലെ ഈ വീട്ടിൽ ജനിക്കുന്നത്. അച്ഛൻ നാരായണൻ നായരുടെ വീട് പുന്നയൂർക്കുളത്താണെങ്കിലും അമ്മയുടെ വീടായ മാടത്ത് തെക്കേപ്പാട്ടാണ് MT തന്റെ ബാല്യവും പഠനകാലവും ചെലവിട്ടത്. കൂടല്ലൂരിലെ കുടിപ്പള്ളിക്കൂടം, മലമൽക്കാവ് എലിമെന്ററി സ്കൂൾ, കുമരനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം. 1948-ൽ 1-ാം ക്ലാസ്സോടെ 10-ാം തരം പാസ്സായി. പിന്നീട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നു. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറക്കുന്നത്. സാഹിത്യലോകം ആരാധിക്കുന്ന ഒട്ടേറെ സൃഷ്ടികൾ പിറന്നത് ഈ മണ്ണിൽ നിന്നാണ്. MT കാറ്റുപടണ്ടല്ലോ, അപ്പോ വായനക്കാരും ആരാധകരും അത്രയും MTയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതേമാതിരി MT കാറ്റുണ്ട്, MTയുടെ കണ്ട ആകാശമുണ്ട്. പല ദേശത്തു നിന്നും വരുന്നു, MT ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നു. MT നടന്ന വഴി കൂടെ ഒന്നും നടക്കണം. ഇതാണ് ആരാധകന്മാരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ഇത്. ഇത്രയും ആദരിക്കപ്പെട്ട ഒരു മറ്റുള്ള ആൾക്കാർ ആദരിക്കപ്പെട്ട വേറൊരാളില്ല നമുക്ക്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കാലശേഷം അങ്ങനെ ദരിദ്രമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സാംസ്കാരിക രംഗം. മാടത്ത് തെക്കേപ്പാട്ട് തറവാടിന് സമീപത്തുള്ള ഈ വീട്ടിലിരുന്നാണ് MT തന്റെ ഏറെ പ്രസിദ്ധമായ 2-ാം ഊഴം എഴുതി തീർത്തത്. ജീവിതത്തിന്റെ ഒരു 2-ാം ഊഴം MTക്ക് അസുഖത്തൊക്കെ വന്നിട്ട് ഒരു 2-ാം ഊഴമാണ് ജീവിതത്തിന്റെ. ആ കാലത്താണത് എഴുതുന്നത്. അത് വന്നപ്പോ വലിയ ട്രങ്ക് വെട്ടി മുഴുവൻ പുസ്തകങ്ങളും പഠിച്ചിട്ടാണ്, അല്ലാണ്ട് വെറുതെ ഒരു നോവലല്ല. അത് എത്രയോ പഠനം അതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അറിയാത്ത ആഴങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടമെന്ന MTയുടെ വരികൾ ഏറെ പ്രശസ്തമാണ്. ആ നിളയോരത്തെ കൂടല്ലൂരുകാരുടെ വാസുവേട്ടനായിരുന്നു MT. വാസുവേട്ടനൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഇതാണ്. MT കഥകളിലെ സേതുവും ഗോവിന്ദൻകുട്ടിയും വേലായുധനും അപ്പുവും നളിനിയെടുത്തിയും കുട്ടിയെടുത്തിയുമെല്ലാം ഇവിടെയുണ്ട്. അവരുടെ കാലടിപ്പാടുകൾ ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. ഒപ്പം MT എന്ന കഥാകാരൻ നടന്ന വഴികളും അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകളും. MTയെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടല്ലൂരിനെ മറക്കാൻ കഴിയില്ല. കൂടല്ലൂരും കൂടല്ലൂരിലെ ഈ മാടത്ത് തെക്കേപ്പാട്ട് വീടും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എന്നും തലയുയർത്തി നിൽക്കും. കൂടല്ലൂരിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.